ഈ ആർട്ടും സെറ്റും പറയുമ്പോൾ നമ്മൾ നിർബന്ധമായും പറയേണ്ട ഒരു പടത്തിലേക്ക് എത്തുന്നത് വൈശാലി എന്ന് പറയുന്ന തീർച്ചയായിട്ടും. സിനിമയാണ്. വൈശാലിയുടെ തുടക്കത്തിൽ തന്നെ ടൈറ്റിലിൽ തന്നെ ഒരു ട്രോളിങ്ങനെ പോവുക. എത്ര നേരമാണ് അതിനകത്തൊരു തലയോട്ടി കൂടെ ഒരു പാമ്പ് കയറി പോകുന്നു, ഒരു വൾച്ചർ, ഒരു കഴുകൻ അവിടെ നിൽക്കുന്നു. അവിടെ തൊട്ട് പോയിട്ട് ഈ മോണിറ്റർ ഇല്ലാത്ത കാലത്ത് ഇതിന്റെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടല്ലോ, ഇത് മോണിറ്റർ ഇല്ല, ഗ്രാഫിക്സ് ഇല്ല, ഇതൊന്നും ഇല്ലാത്ത സമയത്താണ് വൈശാലി ചെയ്യുന്നത്. അപ്പൊ ആ സിനിമയില് ഞാൻ ബാബുച്ചേട്ടനോട് ചോദിക്കട്ടെ, ആ സിനിമയില് ഈ ലോമപാത മഹാരാജാവ്, അംഗരാജ്യത്തെ രാജാവ് എന്ന് പറയുന്നത് അതിനു മുമ്പ് ചിലമ്പില് കരാട്ടക്കാരനാണ്. അതിനു മുമ്പുള്ള പടത്തിനകത്ത് താനി മറ്റേ ഡ്രഗ് അഡിക്റ്റ് കോളേജ് കുമാരൻ, വിത്ത് കീറിയ ജീൻസും ബെൽറ്റും വിപ്ലവവും, പിന്നെ ഒരു വളരെ സാത്വികനായ നിന്ന് വളരെ പവർഫുൾ ആയ കാര്യങ്ങൾ എടുക്കുന്ന എന്നാ രാജ്യത്തിന്റെ ദുഃഖം മനസ്സിൽ നമ്മുടെ ശബ്ദം മറ്റേ ഡബ് ചെയ്ത് പ്രസാദ് സാറല്ലേ, പ്രസാദ് സാറിന്റെ ശബ്ദം, പ്രസാദ് സാറിന്റെ ഇദ്ദേഹത്തിന്റെ അതിന് ചോദിച്ചോ, എന്നെ കാസ്റ്റ് ചെയ്ത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടോ ഭരതേട്ടനോട്? ഭരതേട്ടനോട് ചിലമ്പൊക്കെ കഴിഞ്ഞ സമയത്ത് ഭരതേട്ടന്റെ വലിയൊരു ഡ്രീമായിരുന്നു ഈ വൈശാലി എന്ന് പറയുന്നത്. ഒരു 10-15 വർഷമായിട്ട് മനസ്സിൽ കൊണ്ടുവരുന്ന ഡ്രീമാണ്. അപ്പം മഹാഭാരതത്തിലെ ഇങ്ങനെ ഒരു വൺ ലൈൻ, ഇങ്ങനെ ഒരു അംഗരാജ്യത്ത് മഴയില്ലായിരുന്നു, ഋഷിസിംഗൻ വന്ന് മഴ പെയ്ച്ചു എന്നൊക്കെ പല പ്രൊഡ്യൂസേഴ്സിനോടും പറഞ്ഞിട്ട് അത് അങ്ങോട്ട് ഏൽക്കുന്നില്ല. ഋഷിസിംഗനായിട്ട് പല ആൾക്കാരും മാറി വന്നു, വിനീതൊക്കെ ആദ്യം വന്നിരുന്നു, ഇതെല്ലാം ചരിത്രമൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, എടാ നിന്നെ കാണുന്നതിന് ഞാൻ 5 വർഷം മുമ്പ് ഒരു സ്കെച്ച് വരച്ചിരുന്നു. എന്നിട്ട് ആ സ്കെച്ചിൻ്റെ എടുത്ത് കാണിച്ചു, കറക്റ്റ് എൻ്റെ രൂപമാണ്, അബ്സല്യൂട്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു, നിന്നെ ഞാൻ ആദ്യം കണ്ടപ്പോൾ നീ പൂനായിൽ നിന്ന് വരിക എന്നൊക്കെ പറഞ്ഞ് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് അംഗരാജാവാന്ന് പറഞ്ഞു. പക്ഷെ അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ 10-22 വയസ്സേ ഉള്ളൂ, ആരും അങ്ങനെ അങ്ങോട്ട് സമ്മതിക്കുന്നില്ലായിരുന്നു, പ്രൊഡക്ഷനാണെങ്കിലും. പക്ഷെ ഭരതേട്ടൻ്റെ മനസ്സിൽ ഇതായിരുന്നു. അപ്പോൾ പലരും വേഷമിട്ടു കാര്യങ്ങളൊക്കെ. ഞാനവിടെ മൈസൂരിൽ ചെല്ലുമ്പം, അതായത് ഒരു ദിവസം തന്നെ ഭരതേട്ടൻ ഈ ബോംബെ കാസ്റ്റിങ്ങിൻ്റെ സമയത്ത് ഞാനുണ്ടായിരുന്നു. ഞാനവിടെ ഹത്യ എന്ന് പറഞ്ഞ പൂവിന് പുതിയ പൂന്തന്നലിൻ്റെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ഭരതേട്ടൻ വിളിച്ചു പറഞ്ഞു, എടാ ഞങ്ങൾ അങ്ങോട്ട് വരിക, സൺ ആൻഡ് സ്റ്റാൻഡിലെ ഒരു റൂം പറഞ്ഞ് വെച്ചേക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവർ വന്നു. അന്ന് കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അന്നേരം ഞാനിതെല്ലാം കാണുന്നുണ്ട്. അപ്പം വൈശാലിയെ കാസ്റ്റ് ചെയ്യുന്നു. ഋഷിസിംഗിനെ കണ്ടുപിടിച്ചത് ഞാനാ. ഋഷിസിംഗിനെ കണ്ടുപിടിച്ചത് കണ്ടുപിടിച്ചത് അതന്ന് ലിൻഡാസ് എന്ന് പറഞ്ഞൊരു ആഡ് ഏജൻസി ചെന്നിട്ട്, അപ്പോൾ എക്സിസ്റ്റിംഗ് മോഡൽസ് ഒക്കെ നോക്കിയിട്ടൊന്നും ഭരതേട്ടന് പോരാ. അപ്പം ഞാൻ ഈ റിജക്റ്റഡ് ആൽബം വെച്ചിരിക്കുന്ന റൂമിനകത്തോട്ട് കയറി. അപ്പോൾ അതായത് അവര് റിജക്ട് ചെയ്ത ആൾക്കാർ, ഈ മോഡലിംഗ് കമ്പനി റിജക്ട് ചെയ്ത ആൾക്കാരിൽ നിന്നാണ് സിനിമയ്ക്ക് പറ്റിയ ഒരാളെ നായകനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ അതിനകത്ത് കയറി പൊട്ടിപ്പിടിച്ച കുറെ ആൽബങ്ങൾ, അതിനകത്ത് 2 ദിവസം ഇരുന്നിട്ട് 5 പേരെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നു. അതിലൊരാളാണ് സഞ്ജയ് മിത്രയും സുബർണയോ. സുബർണ വേറെ കാസ്റ്റിംഗ് ഏജന്റ് കൊണ്ട് വന്നതാണ്. അപ്പൊ അങ്ങനെ അപ്പൊ ഒന്നും ഞാൻ സിനിമയിലില്ല. എന്നോട് പറഞ്ഞു, എടാ നീ ഷൂട്ടിങ്ങിന്റെ സമയത്ത് വരണം, രാജാവിന്റെ പുറകെ പൊടയാളിയായിട്ട് ഒരാൾ കുതിരപ്പുറത്ത് വരുന്നുണ്ട്, അത് നിനക്ക് കറക്റ്റ്, എന്റെ അതിനായിട്ട് ഞാൻ വരണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് പുള്ളി പോയി. പിന്നെ ഒരു ദിവസം ഞാൻ പൊൻകുന്നത്തെത്തിയപ്പോൾ ഒരു ഫോൺ കോൾ വന്നു. ഒരു ദിവസം ഒരു 7 മണി ഈവനിങ്ങിലാണ് ഫോൺ കോൾ വരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞ്, ഭരതേട്ടനെ വിളിക്കുന്നത്, അന്ന് ലാൻഡ് ലൈനിലാണല്ലോ, ലാൻഡ് ലൈൻ വിളിച്ചു, എടാ നീ പെട്ടെന്ന് മൈസൂർക്ക് വരാൻ പറഞ്ഞു. എന്തിനാ ഭരതേട്ടാ? എടാ നിന്റെ ആ പടയാളിയുടെ സാധനം ഞാൻ പറഞ്ഞില്ലേ. എന്നെ ഭരതേട്ടാ, ഇവിടുന്ന് ഞാനൊരു വണ്ടി എടുത്ത് മൈസൂർ വരേണ്ട ഫുൾ നൈറ്റ് ഓടിച്ചു വന്നിട്ട് ഞാൻ ഈ പടയാളിയുടെ വേഷം, എടാ നിന്നോടല്ലേ പറഞ്ഞു, നീ വരാൻ പറഞ്ഞു. അപ്പം ഞാൻ നമ്മുടെ മാനേജർ കൂട്ടി രാത്രിയിൽ ഡ്രൈവ് ചെയ്ത് അവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ 2-3 പേര് ലൊക്കേഷൻ ചെന്നു. ലൊക്കേഷൻ തന്നെ ഈ മൈസൂരിൽ നിന്നൊരു 250 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തെ അപ്പോൾ പുള്ളിയുടെ ഒരു ഐഡിയ ഞാൻ പറയാം. പുള്ളിയുടെ പറഞ്ഞത് ഒരു റസ്റ്റിക് ലുക്കാണ് പുള്ളിയുടെ. കൊട്ടാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അഡോണ്ടായിട്ടുള്ള അതും ഇതുമൊക്കെ തൂക്കിയിട്ട് അങ്ങനെയുള്ള പുള്ളിയുടെ മനസ്സിലുള്ള ആ പടത്തിൽ ആ കൊട്ടാരം എന്ന് പറഞ്ഞാൽ വളരെ റസ്റ്റിക്കായിട്ടുള്ള പഴയ ലുക്ക്, അതാണ് ഓൾവേസ് പുള്ളിയുടെ മനസ്സിലുണ്ടായിരുന്നത്. അത് ഒന്നുമില്ല, കുറേ തോരണങ്ങൾ അങ്ങോട്ട് തൂക്കി ഇത്രയൊക്കെ ഉള്ളൂ, കുറേ തുണി ഇങ്ങനെ ഇട്ടു, അത് കണ്ടാൽ അറിയാമല്ലോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 1-2 പേര്, പേര് പറയുന്നില്ല, രാജാവിൻ്റെ വേഷമൊക്കെ ഇട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്, ട്രയലൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം ഞാനിതൊക്കെ കണ്ട് ആസ്വദിച്ചു. ഭയങ്കര വേഷമല്ലേ, പണി മാർക്കറ്റൊക്കെ നല്ല പണിയിടും, ഭയങ്കര ഡയലോഗും, കാരണം കഥ എനിക്കറിയാമല്ലോ. നടക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേന് എൻ്റെ ഒരു പ്രൊഡക്ഷൻ മാനേജർ വിജയൻ എന്ന് പറഞ്ഞ പുള്ളി വന്നിട്ട് പറഞ്ഞു, ഗോളടിച്ചു എന്ത് ഗോളടിച്ചു? ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. അങ്ങോട്ട് എല്ലാം പറഞ്ഞു. ഞാനങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ ഭരതേട്ടൻ പറഞ്ഞു, ഇങ്ങോട്ട് വേണമെന്ന് പറഞ്ഞു. ഞാൻ ചെന്നു, നീ ആ വേഷം എടുത്തിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ പടയാളിയുടെ വേഷം ഇപ്പുറത്ത്, രാജാവിൻ്റെ വേഷം ഇപ്പുറത്ത്. ഞാൻ നേരെ പടയാളിയുടെ ഇരിക്കലോട്ട് ചെന്നു, അതല്ലടാ ഇത്. അപ്പോൾ ഭരതേട്ട എന്ത്, എടാ രാജാവിൻ്റെ വേഷം എടുത്തിട്ട്, പൊന്നു ഭരതേട്ട ചങ്കടിച്ചു പോയി. കാരണം ഞാൻ പറഞ്ഞു, ഭരതേട്ടൻ്റെ പേര് ചരിത്രത്തിൽ ഇടം നേടിയ ലോമപാത മഹാരാജാവിന്റെ വസ്ത്രമാണത്.